ഇന്ന് നമ്മൾ വീടിനടുത്തുള്ള പാടത്തൂടെ വെറുതെ ടോർച്ച് എടുത്തിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നീർക്കോലി, തവള, പരൽക്കൂട്ടം എല്ലാവരും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ കയറി നമ്മുടെ ഞണ്ട് എന്നാൽ പിടിച്ചോന്നും പറഞ്ഞ് കൈ ഉയർത്തി മേലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇവനാണ് നമ്മുടെ താരം. അപ്പോൾ ഇതാ വേറൊരു തവളച്ചാൽ നമ്മളിവിടെ മസിലും പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോകില്ല എന്നുള്ള മട്ടിലിരിക്കുകയാണ്. നമ്മൾ അവനെ അവിടെ നിന്ന് എണീപ്പിച്ച് വിട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവനാണ് നമ്മുടെ നായകൻ, പാറഞ്ഞുണ്ട് കരിഞ്ഞുണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. ഇവനെ വെച്ചിട്ടൊരു വിഭവം ഉണ്ടാക്കാം. പിടിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മളെ കയ്യിൽ ടോർച്ചും ഫോണും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ഫോണിൽ ചാർജും കുറവായിരുന്നു. ഇത് നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2-3 സവാള കട്ട് ചെയ്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. പെരിഞ്ചീരകം ഉപ്പ് ഇട്ടിട്ട് വേണ്ട വഴറ്റിയെടുക്കാൻ. എന്നിട്ട് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പാടെ ചതച്ച് കറിവേപ്പിലൊക്കെ പാടെ സവാള വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഇടുക. അതിനുശേഷം നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ ഞണ്ടിനെ അതിലേക്ക് ഇടാൻ ചെയ്യുന്നത്. ഞണ്ട് ഒരു പകുതി വേവാവുന്ന സമയത്താണ് ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അതെല്ലാം ഇട്ട് നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് പാകം ചെയ്യുന്നത്. ഇത് കഴിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം കേട്ടോ. അത്രയും ക്ഷമയുള്ളവർക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലേക്ക് വല്ല ചപ്പാത്തിയോ അല്ലെങ്കിൽ വെള്ളപ്പം പോലത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ പൊടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.